വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളിത് സെക്കൻഡ് ചാനലാണ്. അപ്പോൾ സെക്കൻഡ് ചാനൽ ആയതുകൊണ്ട് തന്നെ കുറേ പുതിയ പുതിയ മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും എന്നെക്കുറിച്ച് അറിയില്ല. റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു റിപ്ലൈ, അതായത് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ പറയാനാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം നമുക്കൊരു ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എത്രയോ 2-3 വർഷമായി തോന്നുന്നുണ്ട്. 2-3 വർഷം മുന്നെയാണ് ആ ഒരു ചാനൽ കൊണ്ടുവരുന്നത്. ആ ചാനലിൽ ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇൻട്രോ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ആ ഒരു വീഡിയോ പോയി കാണൂ എന്ന് പറയുമ്പോൾ അത് എത്രയോ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സെർച്ച് ചെയ്ത് താഴോട്ട് പോകണം. അപ്പം അതിനേക്കാൾ നല്ലത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയുക ചടപടേന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ളൊരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വാഹനങ്ങൾ ചീറിപ്പായെങ്കിൽ പുറത്ത് നല്ല മഴയും. അപ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് അറിയാൻ കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. അതായത് നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായി വരുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. അവർ ചേച്ചി വീട് എന്താണ്, ചേച്ചി പേരെന്താണ്, മാരേജ് കഴിഞ്ഞതാണോ, ലവ് മാരേജ് ആണോ, പിന്നെ എന്താണ് മക്കൾ എത്ര ഉണ്ട്, പഠിക്കുകയാണോ, ഏതുവരെ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു Q&A സെക്ഷനായിട്ട് കുറേ വീഡിയോ ചെയ്തെങ്കിലും അതൊന്നും അധികം എന്താ പറയുന്നത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല തോന്നുന്നു. അതാണ് പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇത് അങ്ങനെ ഇരിക്കട്ടെ, ഒരു കുഞ്ഞ് ഇൻട്രോ പോലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് ചെറിയ ബിസിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ വിളിച്ച് എന്തായാലും പെട്ടെന്ന് എല്ലാവർക്കും ചിലരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അത് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയുള്ള. അപ്പം എൻ്റെ പേര് ശ്രുതി എന്നാണ്, ശ്രുതി പ്രസാദ് എന്നാണ് എൻ്റെ പേര്. പ്രസാദ് അച്ഛൻ്റെ പേരാണ് കേട്ടോ. ഞാൻ മാരീഡാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായെന്ന് ചോദിച്ചവരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം ആവാൻ വേണ്ടി പോകുന്നു. സെപ്റ്റംബർ വന്നിട്ടുണ്ടെങ്കിൽ 9 വർഷം പൂർത്തിയാകും. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് ദീപു ആണ്. ഞങ്ങൾ വയനാടാണ്. വയനാട് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഏതുവരെ പഠിച്ചു എന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ, അതിന് കൂടുതൽ പഠിച്ചിട്ടില്ല. +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നേഴ്സിങ്ങിന് പോയി ചേർത്തിന്നുള്ളത്. നേഴ്സിങ്ങിന് ചേർന്നു, ഞാൻ ഹോസ്റ്റലിലൊക്കെ ചേർന്നു, അഡ്മിഷൻ എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റായിട്ട്. പക്ഷെ ഞാൻ പഠിക്കാൻ പോയില്ല. അപ്പോഴത്തേക്കും ചടപടയിൽ ഞങ്ങളൊരു കല്യാണമൊക്കെ നടന്നു, ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ട വന്നു. അതുകൊണ്ട് ആ ഒരു പഠിത്തം അവിടെ ക്യാൻസലായി. അതിനുശേഷം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ പലമരത്തൊക്കെ നേഴ്സിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ പോയില്ല. കല്യാണമെല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാൻ പോയില്ല. പിന്നെ എന്താണ് അത് ഏട്ടൻ വിടാത്തോണ്ടല്ല കേട്ടോ. ഏട്ടൻ ഇപ്പോഴും ഞാൻ പഠിക്കാൻ പോകുന്നതിൽ ഒരു വിരോധമല്ല. പക്ഷെ എനിക്ക് മടിയാണ്. എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ കാര്യം, വീട്ടിലെ കാര്യം, ഭർത്താവിൻ്റെ ഒക്കെ കാര്യം നോക്കിയിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അന്ന് പഠിക്കാൻ പോകാത്തതിൻ്റെ റീസൺ വേറെ ഒന്നല്ല, എനിക്ക് തോന്നിയില്ല കൈസ്, മടിയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ കുറേ PSC ട്രൈ ചെയ്തു. പിന്നെ അതൊന്നും എന്നെ കൊണ്ട് ആവില്ല എന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ അവിടെ അങ്ങ് വിട്ടു. എനിക്ക് മടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ +2 വരെ പഠിച്ചുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. 1 പിന്നെ എനിക്ക് എത്ര ഏജ് ചോദിക്കുന്നുണ്ട്. ഞാൻ 1997 മെയ് 1-നാണ്. അപ്പം എത്ര വയസ്സുണ്ടാവും? ഈ കഴിഞ്ഞ മെയ് 1 വന്നപ്പോൾ എനിക്ക് 27 വയസ്സ്, 26 പൂർത്തിയായിട്ട് 27 സ്റ്റാർട്ടായിട്ടുണ്ട്. മൂക്കുണ്ടോ കൈസ്? എൻ്റെ മൂക്കിനൊരു വളവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് മനസ്സിലായിരുന്നു. ഡോക്ടർ ഇപ്പം നമ്മൾ അലർജി കാര്യങ്ങളായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് കോൾ വരുന്നുണ്ടല്ലോ. ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ മൂക്കിന് ചെറുതായിട്ടൊരു വളവുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ് എനിക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, ഇങ്ങോട്ടേക്ക് ഒരു ചെരുവുണ്ട് ഈ മൂക്കിന്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും മൂക്കിന് കുത്ത് കിട്ടിയതാണോ എന്നറിയില്ല. അതോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ച് നമ്മളതിങ്ങനെ എന്താ പറയുന്നത് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കില്ലേ. അതുവരെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാൻ മൂക്ക് തന്നെ എഴുതി തരും, അയ്യോ മൂക്കിന് വളവുണ്ടെന്ന്. ഒരു കുഞ്ഞ് വളവുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അലർജിയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ മൂക്ക് മുഴുവനായിട്ട് അടഞ്ഞിട്ടുണ്ട്. കാരണം ഈ മൂക്കിൻ്റെ ഹോൾ ഉണ്ട്, ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ അലർജിയൊക്കെ വരുമ്പം ഈ മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കലും വിടലെല്ലാം ഈ മൂക്ക് കൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് അയ്യോ വിഷയത്തിൽ നിന്ന് തെന്നി മറിയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നെക്കുറിച്ച് എന്തായാലും പറഞ്ഞത് വയസ്സ് എന്ന് പറയുന്നത് 27 വയസ്സായിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദീപു എന്നാണ് പേര്. പിന്നെ ഏട്ടൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്.
പിന്നെ ഏട്ടനൊരു 27 എനിക്ക് ഏട്ടനൊരു 32 വയസ്സുണ്ട്, 32 വയസ്സാണെന്ന് ഏട്ടന് 33 ഏട്ടന് അത്ര ഏജ് ഉണ്ട്. പിന്നെ എനിക്ക് 2 പൊന്നോമനകളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഒന്നിൻ്റെ പേര് ധ്യാൻ ദീപു, മൂത്തവൻ്റെ പേര് ധ്യാൻ ദീപു എന്നാണ്. രണ്ടാമത്തവൻ്റെ പേര് ദക്ഷ് ദീപു എന്നാണ്. മൂത്തവൻ ഈ വരുന്ന ജൂലൈ ആകുമ്പോൾ മൂത്തവന് 7 വയസ്സാകും, ഇളയവൻ 2 വയസ്സിൽ നിൽക്കുകയാണ്. അപ്പം അവർ തമ്മിലൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്, 5 വയസ്സിന് ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം 2 കുഞ്ഞുങ്ങളാണ് ആൺകുട്ടികൾ. പിന്നെന്തൊക്കെയാണ് അറിയാളെ, പിന്നെന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടല്ലോ. മാരേജിൻ്റെ കാര്യം. ലവ് മാരേജ് ആണോ ചോദിച്ചിട്ടുണ്ട്, അറേഞ്ച് മാരേജ് ആണോ ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആണ്. അതാ ഞാൻ പറയാം, +2 കഴിഞ്ഞ് ഒന്ന് നഴ്സിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ട വന്നു ഞാൻ പറഞ്ഞില്ലേ, അതായിരുന്നു. അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു. പിന്നെന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ പേർക്ക് നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ശരിക്കും എനിക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ റിപ്ലൈ കിട്ടിയില്ല ശരിക്കും ജാടയാണ് ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെന്താ പറഞ്ഞത്, ലവ് മാരേജ് ആണ്. പിന്നെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ, മൂത്തവൻ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ഇളയവൻ ഇവിടെ വീട്ടിൽ ഗുസ്തിയൊക്കെ കളിച്ചത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താൻ, ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അനിയനും അമ്മയാണ് ഉള്ളത്. അനിയൻ ഗൾഫിലാണ്. അപ്പം പലരും വീഡിയോസ് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പം ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്, എൻ്റെ ഏട്ടൻ്റെ വീടൊക്കെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മ ഒറ്റയ്ക്കാണ് എന്തായാലും. അപ്പം പിന്നെ നമ്മളവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, എൻ്റെ വീട്ടിൽ വീട് പണിയാണ്. അപ്പോൾ മഴയത്തെല്ലാം അവിടെ വെള്ളം കയറലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അമ്മ ഇങ്ങോട്ട് വന്നതാണ്, ഞങ്ങൾ അമ്മേനെ കൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ അതാണ് അമ്മ ഇവിടെ. പിന്നെ ഏട്ടൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ കുറച്ചേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്, എന്താ പറയുന്നത്, വണ്ടി പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് പോവാം, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഏട്ടനും അമ്മയും ഒരു പെങ്ങളുള്ളൂ, അച്ഛനില്ല, ഞങ്ങൾക്ക് 2 അച്ഛനില്ല. അങ്ങനെയാണ് ഏട്ടൻ്റെ ഫാമിലി വന്നിട്ട്. പിന്നെന്താ, പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ഏട്ടൻ്റെ വീടാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏട്ടൻ്റെ വീടല്ല. ഏട്ടൻ്റെ വീട് എൻ്റെ പഴയ വീഡിയോസ്, അതായത് ഫസ്റ്റത്തെ ചാനലിൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലുള്ളൂ. ഏട്ടൻ്റെ വീട് ഇതല്ല. ഇത് ഞങ്ങൾ ഇപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്, വാടകയ്ക്ക് എടുത്ത റൂമാണ്. ഞങ്ങൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ മാറും. പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് മാറിയതാണ്. അപ്പോൾ ഇവിടെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എന്താണ് ഏട്ടൻ്റെ അമ്മ എവിടെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ അമ്മ പെങ്ങളെ കൂടെയാണ് ഉള്ളത്, പെങ്ങളും അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉള്ളത്. ഇവിടെ ഞാനും ഏട്ടനും അതുപോലെ തന്നെ അമ്മയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് ചോദിച്ചതുകൊണ്ടാണ്. പിന്നെ വീഡിയോസിൽ കാണാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോയിൽ താല്പര്യമില്ലാത്തവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അവരെ ഫോഴ്സ് ചെയ്തിപ്പിച്ച് നമുക്ക് വീഡിയോയിൽ നിർത്തിയാലൊരു പ്രശ്നമല്ല, പിന്നെ ഇഷ്ടമല്ല. അതാണ് വീഡിയോസിൽ, മുമ്പുള്ള വീഡിയോസിലാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ ഫാമിലിയൊക്കെ വീഡിയോസിൽ. അപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതായത് നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല. വീഡിയോയ്ക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ വീഡിയോയിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരെ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ, അത്രയൊക്കെ തന്നെയാണ് ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെന്താ, ഇപ്പം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും മഴയൊക്കെയാണ് സേഫായിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇത് ഇടിച്ച് കുത്തി പെയ്യാനാണെന്ന് അറിയില്ല. ഒന്നും തന്നിട്ടുണ്ട് മഴ. എത്രത്തോളം മഴയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്ര പറയാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞിട്ട് 8 മിനിറ്റ് സംസാരിച്ചോ. ചവ പറയുന്നത് ഫോൺ കിട്ടിയാലും എന്താ ക്യാമറ ഓണാക്കിയാലും പിന്നെ എന്തൊക്കെയോ വലിച്ചു വാരി അങ്ങ് പറഞ്ഞിരിക്കും. പിന്നെ സീരീസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചാനലിൽ പോയിട്ട് സീരീസ് എല്ലാം കാണുക കേട്ടോ. ഞാൻ സീരീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് ചാനലിൽ ഞാൻ ബ്ലോഗ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ഫുൾ സീരീസാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. സെക്കൻഡ് ചാനലിലാണ് ബ്ലോഗ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതെന്താ പറയുക, ഫസ്റ്റ് ചാനലിൽ നിന്ന് സെക്കൻഡ് ചാനലിൽ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ചാനലിൽ നമ്മൾ സീരീസും വ്ളോഗും ഇടയിലിടുമ്പം ഒരു ക്ലാഷ് സംഭവിക്കുന്നല്ലോ. അതായത് രണ്ടും കൂടെ അങ്ങ് ഒത്തുപോകുന്നില്ല. സീരീസ് കാണാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആ ഒരു ചാനലിൽ. അങ്ങനെ സബ് ചെയ്തവരാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളതിൽ വ്ളോഗ് ഇടുന്നതുകൊണ്ട് വലിയ കാര്യം തോന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അതവിടെ സീരീസ്, പിന്നെ എല്ലാവർക്കും ഈ സെർച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ വ്ളോഗും ഷോർട്സും സീരീസും വരുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ പേജ് തുറക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് അവിടെ ഷോർട്സ് അല്ല സീരീസ് തന്നെയായിട്ട് ആ ചാനൽ അവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ചാനലിൽ എൻ്റെ വ്ളോഗും കാര്യങ്ങളും എൻ്റെ ചറവറ വർത്താനം ഇഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്നിട്ട് വീഡിയോസ് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടോ.
അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പെട്ടെന്ന് പുതിയ ആൾക്കാരുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ പഴയ ചാനലിലുള്ള കൂട്ടുകാരും ഈ സെക്കൻഡ് ചാനലിലും വന്നിട്ട് വ്ളോഗും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അത് തന്നെ വ്ളോഗും സീരീസും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. മെസ്സേജ് അയക്കാറുണ്ട്, കമൻറ്റ് ഇടാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാനലിന് മുമ്പ് കമൻറ്റ് ഇട്ടവരും ഇതേ ചാനലിൽ വന്നിട്ട് പിന്നെ കമൻറ്റും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാത്തിലും. അയ്യോ ചാറ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് ഇതൊക്കെ പറയാനുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ. അപ്പം എന്താ വയനാട് കുറേ ആൾക്ക് അറിയേണ്ട വയനാട് സ്ഥലമാണ്. നമ്മൾ വയനാടാണുള്ളത്. പിന്നെ അറിയേണ്ട ഒരു കാര്യം, മാരേജ് കഴിഞ്ഞതാണോ, അതുപോലെ വയസ്സ് 27 മാരേജ് കഴിഞ്ഞതാണ് 9 വർഷം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ്. അതാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും നാളെ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഷോർട്സ് ഒക്കെ മിസ് ചെയ്യാണ്ട് എല്ലാവരും ഇങ്ങനെ. അപ്പം എന്താ എല്ലാവരും സേഫായി സുഖമായിട്ടൊക്കെ ഇരിക്കാം. നല്ലൊരു ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈവനിങ് ആയില്ലേ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതിനെല്ലാം കൂടെ ഇറക്കും.